ഇന്ന് ഞാൻ നന്നായിട്ട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിനിടയ്ക്ക് ഞാൻ തക്കാളി തൈ അതിനകത്ത് കൂടി ചെയ്ത് തൈ എടുത്തിട്ട് ഞാനിവിടെ 3 ഇതിനകത്ത് നട്ട് വെച്ചിട്ടില്ലേ. ഇതിപ്പോൾ തിരി വന്ന് നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ നട്ട് കാണിച്ചു അന്നേരം പറയുകയും ചെയ്തില്ലേ നിങ്ങൾ നടുമ്പോൾ കാണിച്ചു തരണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത്. ആ 3 ഞാൻ ആദ്യം ആക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് അത് നല്ല ശരിക്കും നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഈ തൈയിനകത്തൊന്ന് ഈ ബാഗിലൊന്ന് നട്ട് കാണിച്ചു തരാം. ഞാനിവിടെ പിന്നെ ചകിരിച്ചോറ് പൊതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ ലേശം ഒത്തി വെച്ചിട്ടുണ്ട്. ഈ ജൈവവളം എന്ന് വെച്ചാൽ അതിൽ എല്ലുപൊടി മറ്റേ വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടിയുള്ള വളമാണ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് പിന്നെ കാലിവളം ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ച വളമാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ഇത് വാരിയിട്ട് ഇതൊക്കെ ഞാൻ നട്ട് കാണിച്ചു തരാം. ഇതിനകത്ത് ആ തക്കാളി തൈ എടുത്ത് നട്ട് കാണിച്ചു തരാം. അതിനാണ് ഞാനിത് ഇപ്പം നടാൻ നോക്കി. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു ഇത് നടുമ്പോൾ കാണിച്ചു തരണേ. അതുകൊണ്ട് ഇത് കാണിച്ചു തരാം. വേണ്ട ഇത് 2 എണ്ണം 3 എണ്ണത്തിൽ നടാൻ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം ഞാൻ ആക്കി വെച്ചാൽ കണ്ടീഷനായിട്ട് ഇനി നമുക്ക് തൈ എങ്ങനെ വേണ്ടിയിട്ട് ഉണ്ടാക്കാന്നുള്ളത് എനിക്ക് ബോധ്യമായി. ആദ്യം വെള്ളത്തിലിട്ടതാണ്. വെള്ളത്തിലിട്ട് അത്ര വിജയം പോരാ. പക്ഷേ ഈ ചകിരിച്ചോറിൽ ഇതിനകത്തിട്ട് നിറച്ചതാണ് നല്ല വിജയത്തിൽ കാണുന്നത്. അതങ്ങനെ തന്നെ നല്ല ശരിക്ക് നന്നായിരിക്കുന്നു. പൂ വന്ന് തുടങ്ങിയത് അത്രയായാലും 2 ആഴ്ച ആയല്ലോ. പക്ഷേ പൂ വരുന്നുണ്ടേ. അതിനൊന്നും വളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് അത്ര ഉഷാറാണെങ്കിൽ അതിന് വളം ഇട്ട് നടണം. ഒന്ന് പണിയെടുക്കണം. കണ്ടില്ലേ 3 എണ്ണം ഇതിങ്ങനെ ഞാൻ നിങ്ങൾക്ക് നട്ടിട്ട് കാണിച്ചു തരാം. ഇത് കാണുന്നില്ലേ? ഇതാണ് ഒരു തൈ. തൈ കാണുന്നുണ്ടാ? കണ്ടില്ലേ? പേര് വന്നിട്ടുണ്ടാ? പേര് വന്നത് കണ്ടോ നിങ്ങൾ? പേര് വന്നിട്ട് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവില്ല. പേര് വന്നിട്ടുണ്ടോ? പേര് പേര് വന്നിട്ടുണ്ടോ? ഇത് കണ്ടോ? വേര് വന്നിട്ട് വേര് കണ്ടില്ലേ? പേര് വന്നിട്ടുണ്ടോ? നല്ല ശരിക്കും വേര് വന്നിന്. ഇനി നമുക്ക് നടുന്നതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇത് നിങ്ങളെ കാണിച്ചിട്ട് നടണം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചിട്ട് നടുന്നത്. ഇതിനടുത്ത് ആക്കി വെച്ചതായിരുന്നു. ശരിക്കും നല്ല നന്നായിട്ടുണ്ട്. നല്ല ഉഷാറായി. നല്ല വേരെല്ലാം വന്നു. നല്ല ഉഷാറായിട്ട് വേര് വന്നിന്. അതുകൊണ്ട് ഇനി ഇത് നല്ല വിജയം കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ പൂത്തു തുടങ്ങി. അയ്യോ അത് വേര് പോയി പൊട്ടിപ്പോയി. ഇപ്പോൾ അത് വേര് വേണ്ട. വെളിയിട്ടില്ല. വെള്ളം നനച്ചു വിട്ടില്ല. അതുകൊണ്ട് വെളിയിൽ കിട്ടുന്നില്ല. നന്നായിട്ട് കണ്ടില്ല? കണ്ടാ ശരിക്ക് വേര് വന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്ക് കാണിച്ചു തരാം. ഈ സൈഡിലേ കൂടി വേര് മറ്റേത് പൊട്ടിപ്പോയിട്ടാണ്. ഇത് കണ്ട വേര് വന്നിട്ടുണ്ടോ? നല്ല വേര് കണ്ടാ വേര് വന്നിട്ടുണ്ടോ? നല്ല വേര് വന്നിട്ടുണ്ട്. നിങ്ങൾ ധൈര്യസമേതം നടാം. ഇനി ഇത് പ്രൂണിങ് ചെയ്തെടുത്ത തലയാണേ. ഇനി നമുക്ക് തക്കാളിയല്ല ഏത് സാധനമായാലും ഇങ്ങനെ നട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. തൈ വാങ്ങേണ്ട ആവശ്യമില്ല. ആദ്യം ഒരു തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ തന്നെ പ്രൂണിങ് ചെയ്തിട്ട് തൈ ഉണ്ടാക്കാം. ഇതേപോലെ ഈ 3 എണ്ണം ഞാൻ നട്ടു. ഇനിയിപ്പോൾ ഇത് 2-3 ദിവസം തണലിൽ തന്നെ നിൽക്കട്ടെ. വെയിലത്ത് വെക്കുന്നില്ല. ഇനിയും ആക്കി വെക്കാമല്ലോ. ഉണ്ടോ? തക്കാളി തൈ ആയി. ഇനിയിപ്പം എന്നാ പോകുന്നത് വെച്ചാൽ എന്താ വെച്ചാൽ കുറച്ച് വെണ്ട തൈ ഉണ്ട് നടാൻ. വെണ്ട ഞാൻ പാവിയിട്ടുണ്ട്. അത് ഞാൻ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു പിന്നെ വെണ്ട നടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ വെണ്ട നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം നോക്കുന്നത്. അത് നിങ്ങൾക്ക് വെണ്ട നട്ട് കാണിച്ചു തരാം. വെണ്ട തൈ ഉണ്ട് ഞാനവിടെ വെച്ചിട്ട് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടല്ലേ?
വെണ്ട നട്ടിട്ട് കാണിച്ചു തരാമല്ലോ. അത് ഒരു ലേശം ഇതിനകത്ത് ഇത് വാരി ഞാൻ തൈ ഉണ്ടാക്കിയതാണ്. ഇത് വെണ്ട ആക്കട്ടെ. ഇത് എന്താ വെണ്ടത്തൈ അതിന് ഇതിനകത്ത് വെണ്ടത്തൈ ഉണ്ട് വായിട്ട്. അത് നമുക്കൊരു ലേശം നടാല. ഇത് കൂടി നിങ്ങൾക്ക് അതിൽ കാണിച്ചു തരാം. എന്താ ഇത് വെണ്ടയും കൂടി നട്ടേ. ഇത് കൂടി ഇത് കാണിച്ചു തരാമല്ലോ. ഇതെന്ന് വെച്ചാൽ ലേശം വെണ്ടത്തൈ ഞാൻ ഒരു പാക്കറ്റ് തൈ കൊണ്ടുവന്നിന്. അത് പാവിക്ക് നടാനാണ് വെച്ചിട്ടാണ് ഇത് ആക്കിയത്. അതും കൂടി ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നേക്കാം. എന്നിട്ട് എല്ലാം കൂടി ആക്കാം. എല്ലാവരും ഇങ്ങനെ ഞാനിത് കോട്ടൺ മിക്സിയിൽ ആക്കി വെച്ചതാണ്. ഇത് ചകിരിച്ചോറ്, ജൈവവളം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ഇതെല്ലാം കൂടി പൊടി വളം ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള വളം നട്ടിട്ടുള്ള ഇതാണിത്. ഇത് കണ്ട. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് കൈ വെച്ചിട്ട് നടാൻ ഇത് കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? ഇതാ തൈ. ഇതാണ് തൈ. ഇവിടെ നട്ടേ. ഇനി ഞാൻ നട്ട് കാണിച്ചു തരാം. എന്താ ഇത് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ നട്ട് കാണിച്ചു തരാം. ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാൻ നേരിച്ചിട്ടാണ്. കണ്ടില്ലേ? ഇത് ഇതൊന്നും കൂടി നടാം. വേണ്ട ഇതും കൂടി നട്ടിട്ട് നല്ല തയ്യായി വേഗം പൊടിക്കാനുള്ള ഇച്ചിരി പൊടിപ്പിച്ച് വെച്ചതാണ്. ഇനി അതൊന്ന് നട്ടേക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇതാ ഇതെല്ലാം കൂടി നട്ടു. ഇതാ ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പം ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യലും കമൻറ്റ് ചെയ്യലും ഷെയർ ചെയ്യലും എല്ലാം ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇനി ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ പിന്നെ ഇതുപോലെ നിങ്ങളും ചെയ്യുക. തക്കാളി തൈ ഇനിയിപ്പം വേറേക്കൊന്ന് മേടിക്കാനോ മറ്റൊന്നിനോ പോകണ്ട. പിന്നെ ഇതേപോലെ ഒരു മത്തൻ കുമ്പളം കൊണ്ട് ഞാൻ ലെയറിങ് ചെയ്ത് വെച്ചിട്ട് അതും എല്ലാം കൂടി നിങ്ങൾക്ക് ആക്കിത്തരാം. ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനെന്നാ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു മത്തൻ കുമ്പളത്തിന് ഒരു തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെയറിങ് ചെയ്ത് വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതെടുക്കുന്നത് കണ്ടാ ഇതിൽ നിറച്ചിട്ട് ഇതിനെ കൊണ്ട് ഞാൻ ആടെ കെട്ടിയിട്ട് ഒരു ലെയർ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തയ്യാക്കി വേറെ നമുക്ക് മുറിച്ചാടല്ലോ. ഇതാകുമ്പോൾ വേഗം ഉണ്ടാവുമല്ലേ. ഞാൻ ഇങ്ങനെ കെട്ടാം കേട്ടോ. ഇതിലിങ്ങനെ ആക്കിയിട്ട് ഇത് കണ്ട ഇത് കാണുന്നുണ്ടോ? ഇത് കണ്ട ഇതിങ്ങനെ ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ല? ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മൂടി കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് നമുക്കിങ്ങനെ വേര് പിടിപ്പിക്കാനായത് കണ്ടില്ലേ? ഇത് നമുക്ക് മുറിച്ചിട്ട് നടാല ഒരു തയ്യാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാമല്ലോ ഇത് എന്തുണ്ടെന്ന് വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാറ്റിനും കൊടുത്തു നോക്കുമ്പോൾ. അതുപോലെ തന്നെ തക്കാളിക്കെല്ലാം കിട്ടുന്ന കാണുമ്പോൾ ഇതും നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. എന്താ ഇതേപോലെ കെട്ടി നോക്കട്ടെ. ഇതൊന്ന് കെട്ടിയിട്ട് നമുക്ക് തയ്യായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല വേഗം ഗുണമുണ്ടാവും, വേഗം കായ് ഉണ്ടാവും. വേഗത്തിൽ കായ് നമുക്ക് മുറിച്ച് നട്ടാൽ വേഗം കായ് വരും. അതിനാണ് വേര് പിടിപ്പിച്ചിട്ടാകുമ്പോൾ നമുക്ക് മുറിച്ചിട്ട് അപ്പുറം നടാം. ഇത് വേര് പിടിക്കട്ടെ. മറ്റേ ബെർഗിനെ മുറിച്ച് നട്ടാൽ ശരിക്കും തോന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വഴിക്ക് നമുക്കിതൊന്ന് നോക്കാമല്ലോ. ഒരു പരീക്ഷണം ചെയ്ത് നോക്കലാണ്. ഞാനിത് ആക്കിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നോക്കിയിട്ട് നടുക. ഞാനിത് പരീക്ഷിക്കലാണേ. ഇത് നമുക്ക് ഇങ്ങനെ കെട്ടി നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് നോക്കാമല്ലോ. ലെയർ ചെയ്തിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തൈ നമുക്ക് ഒരു മത്തൻ കുമ്പളിങ്ങി ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാം. അതാണ് ഞാൻ ഇതിപ്പോൾ നോക്കുന്നത്. തക്കാളി നമുക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതും നമുക്കൊന്ന് നോക്കി നോക്കാമല്ലോ. കണ്ടില്ലേ? ഇത് വേണ്ട. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കാം. ഇങ്ങനെ വെച്ചിട്ടുള്ളേ. ഇതിപ്പോൾ ഇതിങ്ങനെ ഇതിട്ടോട്ട് ഇങ്ങനെ കെട്ടി വെക്കട്ടെ. ഒരു കെട്ടട്ടെ. ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. ഉണ്ടാ ഇത് കണ്ടില്ലേ? ഇതിപ്പം നമുക്കിപ്പം വേര് പിടിപ്പിച്ച് ആ തല മുറിച്ചിട്ട് നമുക്ക് നട്ടു നോക്കാം. ഒരാഴ്ച നമുക്ക് നോക്കി നോക്കാം വേര് ഉണ്ടാവുമോ നോക്കട്ടെ. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് പോയിട്ട് നമുക്ക് നോക്കിയിട്ട് വേര് പിടിച്ചിട്ടാകുമ്പോൾ
വേര് പിടിച്ച് നോക്കുക, ഈ ഒന്ന് നോക്കിയാൽ തിരിയും. കഴിച്ച് നോക്കിയിട്ട് വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാട് മുറിച്ചിട്ട് അപ്പുറം നട്ടു നോക്കാം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം ഓരോന്നും ഇങ്ങനെ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം. നിങ്ങൾക്കും അതുപോലെ ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പരീക്ഷിച്ച് നോക്കുന്നത്.